കൊല്ലത്തെ വിവരങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എം ജി പ്രതീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രതീഷ്, എന്താണ് രാവിലെ ഈ സമയത്ത് പൊതുപണിമുടക്ക് അതിൻ്റെ 7-ാം മണിക്കൂറിലേക്ക് കടക്കാൻ പോവുകയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ നേരം പുലർന്ന് വരുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഏത് തരത്തിലാണത് പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കൊല്ലത്തെ കാഴ്ച എന്താണ് പ്രതീഷ്? അറിജിത്ത്, ദേശീയ പണിമുടക്ക് കൊല്ലം ജില്ലയെ സാരമായി ബാധിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഈ നേരം പുലർന്ന ആദ്യ മണിക്കൂറുകളാകുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പോഴും ഈ നിരത്തുകളിൽ പൊതുഗതാഗതം ഒന്നും തന്നെ ഇല്ല. സ്വകാര്യ ബസ്സുകൾ ഇന്നലെ മുതൽ തന്നെ പണിമുടക്കിലാണ്. ഇതിനു പുറമെ KSRTC ബസ്സുകൾ ഓടുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ്. ഈ ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാരെ സംബന്ധിച്ച് സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഉള്ളത്. ദീർഘദൂര KSRTC സർവീസുകൾ മാത്രമാണ് കൊല്ലം ജില്ലയിലൂടെ കടന്നു പോകുന്നത്. അതാ ഈ തൃശൂർ, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ദീർഘദൂര KSRTC സർവീസുകൾ ഓടുന്നുണ്ട്. അതിനപ്പുറം മറ്റ് KSRTC സർവീസുകൾ ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ ഇറങ്ങുന്ന യാത്രക്കാർ കൂടുതലും ഈ ഓട്ടോകളെയാണ് ആശ്രയിക്കുന്നത്. ഇതിനു പുറമെ ഈ സ്വകാര്യ വാഹനങ്ങൾ, അവരുടെ തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെ വന്ന് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഉള്ളത്. ഈ രാവിലെ തുറക്കുന്ന കടകമ്പോളങ്ങൾ ഒന്നും തന്നെ കൊല്ലം ജില്ലയിൽ ഇതുവരെയും തുറന്നിട്ടില്ല. ഇന്ന് ഈ ദേശീയ പണിമുടക്കുമായി പൂർണ്ണമായും സഹകരിക്കും എന്നതാണ് ഈ കൊല്ലം ജില്ലയിലെ വ്യാപാരികൾ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ രാവിലെ 9 മണിയോടുകൂടി തന്നെ വലിയ റാലി നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പൊതുവെ കൊല്ലം ജില്ലയിൽ ദേശീയ പണിമുടക്കിനോട് ഒരു പിന്തുണയാണ് വ്യാപാരികളും മറ്റ് വ്യക്തികളും നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ KSRTC സർവീസുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ജനങ്ങൾ കൂടുതലായി പുറത്തിറങ്ങുന്നില്ല. റോഡുകളിലും നിരത്തുകളിലുമെല്ലാം തന്നെ വരും മണിക്കൂറുകളിലും അതേ സാഹചര്യം തന്നെയായിരിക്കും കൊല്ലം ജില്ലയിലും ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു KSRTC ബസ് അവിടെ ഉണ്ട്. അതാ ഈ എറണാകുളം ഭാഗത്ത് നിന്ന് ഇവിടേക്ക് വന്ന ഇത്തരത്തിൽ സർവീസുകൾ നടത്തുന്നുണ്ട്. അത് ഈ ട്രെയിൻ ഇറങ്ങി പോകുന്ന യാത്രക്കാർക്ക് ഒരു ആശ്വാസമാണ്. പക്ഷേ ഈ ദേശീയ പണിമുടക്ക് പലരും മുന്നിൽ കണ്ട് തന്നെയാണ് ഈ യാത്രകൾ തുടരുന്നത്. അതുകൊണ്ട് തന്നെ പലരും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒപ്പം ഈ ഓട്ടോകൾ കൂടുതലായി സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ എത്തുന്ന യാത്രക്കാരെ ഓട്ടോകളിൽ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ വരും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇനി ഒരു നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 8-9 മണി ആകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു പൊതുചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഓരോ ജില്ലയെയും എത്രത്തോളം ഈ പൊതു പണിമുടക്ക് ബാധിച്ചുവെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു 8-9 മണി വരെ കാണണം. ഇന്ന് സർക്കാർ ഓഫീസുകളിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിൽ കൂടിയും ഈ കൂടുതൽ ആളുകളും എത്താൻ സാധ്യതയില്ല. വിവിധ സംഘടനകൾ പൊതു പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഓഫീസുകളെയും ഇത് സാരമായി